Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. UGS Gold Loan Mystic Ragas ready? Okay. And Eastern Magic Beats ready? Okay, ready. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഫോക്ക് ഡ്യുവറ്റ് റൗണ്ടിലേക്ക് പോവാം. അതിനായി മാജിക് ബീറ്റ്സ് ടീമിൽ നിന്ന് വരുന്നു അജൽ ആൻഡ് മിസ്റ്റിക് രാഗാസിൽ നിന്ന് വരുന്നു അർച്ചന. ആദി പറഞ്ഞ മുത്തപ്പന്മാരെ കുലവും പിറന്ന മുത്തിമാരെ ഇങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ ഇങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ 4 കോടി 42 ഈശ്വരന്മാർ തുണയായി തന്നിരിക്കണോ 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി തന്നിരിക്കണം എൻ്റെ അപ്പന പൂപ്പന്മാരെ കാട്ടില തണ്ടാന്റെ കള്ള് കൈക്കോത്ത കർമ്മോ അറിവില്ല തിരിവില്ല പൈതങ്ങളെ കാട്ടിലല്ല തണ്ടാന്റെ കള്ള് കൈക്കോത്ത കർമ്മോ അറിവില്ല തിരിവില്ല പൈതങ്ങൾ എൻ്റെ അപ്പന പൂപ്പന്മാരെ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റനട്ടോ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റനട്ടോ എൻ്റെ അപ്പന പൂപ്പന്മാരെ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ ആടുകേറാ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ ആടുകേറാ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ താമസിച്ചേ ഒക്കുകേറാ പൊന്മലയിൽ ഒക്കുകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ കുലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ട് താമസിച്ചേ കുലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ട് താമസിച്ചേ കുതിരകളി കണ്ട് താമസിച്ചേ കുതിരകേറാ പൊന്മലയിൽ കുതിരകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ മാനുകേറാ മാമലയിൽ മാനാട്ടം കണ്ട് താമസിച്ചേ മാനുകേറാ മാമലയിൽ മാനാട്ടം കണ്ട് താമസിച്ചേ പാമ്പുകേറാ പൊന്മലയിൽ പാമ്പുകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ ആനകേറാ മാമലയിൽ ആനകളി കണ്ട്
കണ്ട് താമസിച്ചേ ആനകേറ മാമലയിൽ ആനകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ അർച്ചന ആൻഡ് അജൽ സൂപ്പർ ആയിരുന്നു. വൺ വൈബ് ആയിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. അടിപൊളിയായിരുന്നടാ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? കലക്കി മക്കളെ കലക്കി. അർച്ചന ഒന്ന് തിരിഞ്ഞേ. വാവ്, റെഡ് കളർ പൂവ്. അതെ മാം. സൂപ്പർ ആയിട്ടുണ്ട്. ഈ മേക്കപ്പ് ആരാ? അതാ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് വിനോദ് ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു അർച്ചനക്ക് ഇതുമാരത്തെ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ. ഇതൊരു മുന്നേ വേറൊരു സോങ് പാടിയപ്പോ ഇതുപോലെ മേക്കപ്പ് ചെയ്തില്ലേ? അതെ അതെ. നല്ല രസമുണ്ട് കാണാൻ. ആ റെഡ് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഓ ഭയങ്കര ഒരു ലുക്ക്. അജൽ ഒട്ടും കുറവല്ല. അജലിന്റെ മുഖത്തും ഉണ്ടോ? എടാ നീ ഫുൾ ടൈം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട്. സോറി മാം. കണ്ടതേ ഇല്ല. അയ്യോ ഷാൻ, ഈ അജലിനെ ഞാൻ ഈ പ്രൊഫൈലേ കാണുന്നുള്ളൂ. അജലിന്റെ മുഖത്തും ആ കളറുണ്ട്. അതിപ്പോഴാണ് ഞാൻ കണ്ടത്. ആ ചേച്ചി ഈ കണ്ടില്ല അജലിന്റെ അങ്ങോട്ടായിരുന്നല്ലോ. ആ അതെ, അജൽ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് അടി കൊണ്ട പോലെ. ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് അതാ അതാ ശരിയായിരുന്നു. അജലിനെ കണ്ടോ? ഇപ്പം മനസ്സിലാവണില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. ഇപ്പൊ ശരിയായോ? അതെ, എന്തായാലും രണ്ടുപേരും സൂപ്പർ ആയിട്ട് പാടി. ഈ ആ തുടക്കത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ തോന്നിയത്. അല്ലാതെ മനോഹരായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും പൊളിച്ചു, ഡാൻസേഴ്സും വിഷ്വലും എല്ലാം കലക്കി. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആടി 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 ഇരുന്നു. അത്ര ഗംഭീരായിരുന്നു. ഈ ഫോക്ക് സോങ്സ് ശരിക്കും നമ്മുടെ രണ്ട് ടീമിലുള്ള പിള്ളേരും ഗംഭീരാക്കുന്നുണ്ട്. എന്തായാലും നല്ല സെലക്ഷൻ, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു ഡാർലിങ്സ്. താങ്ക് യു മാം. എംടി സർ. അർച്ചന ആൻഡ് അജൽ ഹലോ സർ. കലക്കി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ രസം എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പാട്ട് മാത്രമല്ല, നിങ്ങൾ പാടി നന്നായിരുന്നു. പക്ഷെ അതിന്റെ ബാക്ക്ഡ്രോപ്പ്, പിന്നെ പുറയിലുണ്ടായിരുന്ന ഒരു ആന, പിന്നെ വെഞ്ചാമരം വീശുന്നത്, പിന്നെ ഡാൻസേഴ്സ്, പിന്നെ കോറസ്, പിന്നെ ഓർക്കസ്ട്ര, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് കാവിലെ ഭഗവതി പോലും ഒന്നിരുന്ന് ഒന്നാടി പോകും. ആ രീതിയിലായിരുന്നു പാടിയത്. രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അർച്ചനയ്ക്കൊരു 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശകലം ശ്രുതിയുടെ ഒരു സ്വല്പം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്നും ഇതിനകത്തൊരു വലിയ കാര്യമല്ല. എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ടോട്ടലി നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, കളർഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ശരത് സർ. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും കേട്ടോ. അത് പിന്നെ ഇവന്റെ അടപ്പ് എനിക്ക് കുറച്ച് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിൽ നല്ലതായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്തു. അതങ്ങനെ വേണം. അല്ലെങ്കിൽ അത് ചിലർ വരുത്താൻ കഷ്ടപ്പെടുമ്പോൾ നിനക്ക് ദൈവമായിട്ട് കൊണ്ടിട്ട് ദൈവാനുഗ്രഹം. എനിക്ക് പനിയുടെ ഒരു അടപ്പും നല്ലോണം ഉണ്ടായിരുന്നു സാർ. എല്ലാം കൊണ്ടും നന്നായി. താങ്ക് യു സാർ. താങ്ക്സ് ടു ദ പനി. അജലേ, നീ പാടിയത് എനിക്ക് ഒരു പൊടി ഇഷ്ടമായിടാ കൂടുതൽ. താങ്ക് യു സാർ. ഒരു റസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അർച്ചനയും നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ ഒരു പാട്ടിനൊരു ഒരു ഗുമ്മുണ്ടല്ലോ, അത് നമ്മളെ ഇങ്ങനെ ഇത് കുറേ 1 മണിക്കൂറൊക്കെ കേട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം അങ്ങനെ നമ്മൾ തുള്ളും, അറിയാണ്ട് തുള്ളിപ്പോവും. അങ്ങനെ ഒരു ലെവലുള്ള പാട്ടുകളാണിത്. അതൊക്കെയാലും ഇത് ചെയ്തവർക്കും നിങ്ങൾക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ, അമ്മേൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. എനിക്ക് നിങ്ങൾ രണ്ടുപേരും പാടിയത് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സാർ. എന്നെ ഒരു പൊടിക്ക് ഞെട്ടിച്ചത് അജലാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ അജൽ ഇങ്ങനെ പാടും ഞാൻ വിചാരിച്ചില്ല.
താങ്ക് യു സാർ. അർച്ചന പിന്നെ എനിക്കറിയാം, നന്നായിട്ട് തന്നെ പാടുന്ന എനിക്കറിയാം. അജലിൻ്റെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു അടപ്പുണ്ടായിരുന്നു, ആ ഒരു റസ്റ്റിക് ഫീല്, ചെറിയ ചെറിയ അല്ലറ ചില്ലറ ക്രാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എടാ അത് ഞാൻ പറയട്ടെ, അതിപ്പോൾ ഒരു ലവ് സോങ് ആണ് പാടുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാം പ്രശ്നമാണ്. ഈ പറയുന്ന അടപ്പ് പ്രശ്നമാണ്, ഈ പറയുന്ന പോലെ ക്രാക്ക് പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു പാട്ടിന് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ലോക്കിൽ വന്ന് വീണു. താങ്ക് യു സാർ. ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു റോ ഒത്തൻറ്റിക് ഫോക്ക് ഫീൽ ഉണ്ടല്ലോ, അത് വന്നു. താങ്ക് യു സാർ. മോളൊട്ടും പുറകിലല്ല, ഞാൻ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നന്നായിരുന്നു. പിന്നെ അർച്ചന അഗൈൻ എപ്പോഴും ടോൺസ് കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്ത് എന്താണോ പാട്ടിന് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ് അർച്ചന. രണ്ടുപേരും കലക്കി, രണ്ടുപേരും കലക്കി. That's it. All the best. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വെക്കാം. ആദ്യം മാജിക് ബീറ്റ്സിന്റെ മാർക്കിലേക്ക് പോവാം. ശരത് സർ. അജലേ സാർ. 9 മാർക്സ്. താങ്ക് യു സാർ. എം ജി സർ. സെയിം 9. താങ്ക് യു സാർ. ചേച്ചി. അജൽ Ma'am. മാർക്സ് ഗാനക്കുടത്തിൽ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ അജലിന്റെ ടോട്ടൽ 18. സൂപ്പർ. ഇനി അർച്ചനയുടെ. ശരത് സർ. 8.9 മാർക്സ്. താങ്ക് യു സർ. എം ജി സർ. 8.9. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 17.8. അടിപൊളി, സൂപ്പർ. ജഡ്ജസ്, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കളർഫുൾ ആക്കി, ഒരു ഉത്സവം വൈബായിരുന്നു അല്ലേ? ഉറപ്പായിട്ട് പാടും. ഇനി നമുക്ക് വീണ്ടും മൈ മാസ്റ്റേഴ്സ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ മിസ്റ്റിക് രാഗാസ് ടീമിൽ നിന്നാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അക്ഷയ്. ഹരിചന്ദന മലരിലെ മധുവായി അരമിളകും മൃഗമതലയമ മാറിലിടയും മാര കേളി ലാലസവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺ തുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമ മാറിലിടയും മാര കേളി ലാലസവേഗം കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു ഹരിചന്ദന മലരിലെ മധുവായി കരമിളകും മൃഗമതലയമായി മാറിലിടയും മാര കേളി ലാലസവേഗം
പൂന്തേ മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നു വീണു പിടയുന്നു പൂന്തേ മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നു വീണു പിടയുന്നു പൂങ്കുയിൽ കൊഞ്ചലിൽ ഒളിയുമൊരഴകാണോ ഹരിചന്ദന മലരിലെ മധുവായി അരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസവേഗം നീല നില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമാ ഗുഡ് മോർണിംഗ് നൈസ്. അക്ഷയ് ആരാണ് അക്ഷയുടെ മാസ്റ്റർ? MG രാധാകൃഷ്ണൻ ആ സൂപ്പർ. അതാരാ? MG സാറിന്റെ ചേട്ടൻ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അടിപൊളി. ഇനി ഈ പാട്ട് പാടിയത് ആരാ? MG സാർ. ഇത് ചില കൊച്ചു കുട്ടികളുടെ ചോദിക്കുന്നവരെ അല്ല എന്നാ പിന്നെ ഇത് എഴുതിയത് ആരാന്ന് കൂടെ പറഞ്ഞോളൂ. അല്ലെ ഈ കൊച്ചു കുട്ടികളടുത്തൊക്കെ ചോദിക്കില്ലേ മക്കളെ ഇത് എഴുതിയത് ആരാ? കാവാലം നാരായണ പണിക്കർ സാർ. ശരി അപ്പൊ സിനിമ ഏതാ? കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ അക്ഷയ് സാറിന്റെ മുമ്പില് നിനക്ക് ഇന്ന് ഈ പാട്ട് പാടാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് സാറിനോട് തന്നെ ചോദിക്കാം. MG സാർ. അക്ഷയ് സാർ നന്നായിട്ട് പാടിവനെ. താങ്ക് യു സാർ. നന്നായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത് ഈ രാഗം ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടെമ്പോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാഗഭാവം അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് പാടി നോക്കാവോ? ഇപ്പൊ ഇത് പല സ്ഥലങ്ങളിലും പാടുമ്പോൾ റഷ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ടെമ്പോ എന്നൊരു 3 പോയിന്റ് കുറയ്ക്കും. ഹരിചന്ദന മലരിലെ മധുവായി അവിടെ റഷ് ചെയ്യാതെ കിടക്കട്ടെ. ഹരിചന്ദന മലരിലെ മധുവായി അത്ര മതി. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൃപ്തരായി. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി ഒന്നുകൂടെ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസവേഗം നീല നില കുളിരിലുലാവും നീല നില നീല നില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ കാമനുണർന്നല്ലോ അവിടെ ഒരു ക്ലൈഡ്. ഓ വളരെ റിലാക്സ് ആയിട്ട് പാട്. ഓക്കെ. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്രസീവ് ആകാൻ പറ്റും. ഇതിനകത്തെ എലിമെന്റ്സ്, കാരണം ഈ പാട്ടിൽ ചേട്ടൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ എലിമെന്റ്സ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ തുടങ്ങുന്ന ഉള്ളിൽ അവിടൊക്കെ ആ ഒരു ഫീല് വേണം. ഉള്ളിൽ 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 കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴകാണോ മിന്നുവലിവാണോ കടമിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ. അതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ സാർ.
ഇത് പെട്ടെന്ന് ഓർത്തു പോണ കാര്യം, ഞാനും ചേട്ടനും കൂടെ കൊട്ടാരക്കര ഒരു കച്ചേരിക്ക് പോവാം. കച്ചേരിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടൻ്റെ ബുക്കിനകത്തുനിന്ന് ഇതുപോലത്തെ ഒരു 5 പേപ്പർ എടുത്തു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. 5 പേപ്പർ എടുത്തിട്ട് പറഞ്ഞിടാ, ഇത് പുതിയ ഒരു പടത്തിലെ പാട്ടിൻ്റെ വരികളാണ്, കാവാലൻ സാർ എഴുതിയിരിക്കുന്നത്. ഒരു പാട്ട് എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാ ചേട്ടാ ഈ പാട്ടെന്ന് ചോദിച്ചു. ചേട്ടന് വണ്ടിക്കകത്തിരുന്ന് പാടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത്. ഹരിചന്ദന മലരിയമുത്ത് കാവാലൻ സാറ് അസാധ്യമായിട്ട് എഴുതിയിരുന്നു. അതിനുശേഷം കച്ചേരി എല്ലാം കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ TK രാജീവ് കുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓർക്കസ്ട്രേഷൻ ചെയ്തത് ബെന്നിയും കണ്ണനുമാണ്. കണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ ചേട്ടൻ്റെ സന്തത സഹചാരികളാണ്. കാരണം ഏത് പാട്ട് ചെയ്തു കഴിഞ്ഞാലും ഇവർ കൂടെ വേണം. തരക്കേടില്ലാതെ പാടി കേട്ടോ. കാരണം ഒരു കംപ്ലീറ്റ്നെസ് വരാനുണ്ട് പല സ്ഥലങ്ങളിലും, എന്നാലും തരക്കേടില്ലാതെ പാടി. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു MG സർ. ശരത് സർ. എടാ ചക്കര കുഞ്ഞാടെ, സാർ ഇപ്പൊ ഇത് പാടിയ ആ മനുഷ്യൻ തന്നെ ഇരുന്ന് നിനക്ക് കറക്റ്റ് ചെയ്ത് തന്നു. ഇതിൽ കൂടുതൽ നിനക്ക് എന്തൊരു വേണം അപ്പി? താങ്ക് യു സാർ. അതൊരു ഭാഗ്യമല്ലേ? അതെ സാർ. അതിപ്പോ ഇത് പാടിയത് MG അണ്ണൻ, ഇത് സംഗീതം ചെയ്ത് MG അണ്ണന്റെ അണ്ണൻ. അപ്പൊ മൊത്തം അണ്ണാച്ചികളുടെ ഒരു മഹാസമ്മേളനമായിരുന്നു. അപ്പൊ അത് അണ്ണൻ തന്നെ പറഞ്ഞു തന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ശ്രുതിയുടെ കാര്യവും കൂടെ ഒന്ന് പിടിച്ചോണം കൃത്യമായിട്ട് കേട്ടോ. അവിടെ ഇവിടെ അതങ്ങനെ വരുന്നത്, അങ്ങനെ വരാണ്ട് നോക്കുക. നല്ല പാട്ടുകാരനാ നീ, ഒരു ചക്കരയാ. താങ്ക് യു സാർ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സർ. ഷാനിക. അക്ഷയ് ഇക്ക നന്നായിരുന്നടാ. താങ്ക് യു ഇക്ക. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കുറേ സിംഗേഴ്സിനോട് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പം നിങ്ങളെ പിച്ച് ഡിറ്റർമിൻ ചെയ്യണം. ഇപ്പോൾ ഒരു പാട്ടിന് ചിലപ്പോൾ ഒരു ഫുൾ നോട്ട് മേലെയാണ് പാടുന്നതെങ്കിൽ ഇതിന് നിങ്ങൾ പിന്നെ അക്ഷയ് കൂട്ടിയല്ലോ അല്ലേ? 3 നോട്ട് എങ്ങാണ്ട് കൂട്ടിയില്ലേ? ഹാഫ് നോട്ട് കൂട്ടി. ഹാഫ് നോട്ടാണ് കൂട്ടിയത്. ശരി. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് നോട്ട് കൂട്ടുമ്പോൾ ഒരു പൊടിക്ക് ടെമ്പോ അതേ ഇമ്പോർട്ടൻസ് തന്നെ ടെമ്പോയ്ക്കും കൊടുക്കാം. പക്ഷേ നിങ്ങൾ കംഫർട്ടബിളായിട്ട് അത് പ്രോപ്പറായിട്ട് പാടണം. ഇപ്പം 130 127 ആയി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും അറിയാനൊന്നും പോകുന്നൊന്നുമില്ല. അത്ര ഭീകരമായിട്ടുള്ള വലിച്ചിലൊന്നും ഒരു 3 പോയിന്റിലൊന്നും വരില്ല, നോട്ടീസബിൾ അല്ല അത്. പക്ഷെ അത് പാടുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെ തന്നെ ടെമ്പോയും നിങ്ങൾ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയ ശ്രുതി കുറേ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വഴുതി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അക്ഷയ് ചേച്ചി. മോനെ, എനിക്കിപ്പം അക്ഷയ് പാടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകണേന്ന്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷെ എന്നാലും മോനെ, ആ ചില ഭാവങ്ങൾ വരണമെങ്കിൽ ശ്രുതി ചേരണം അല്ലേ? അപ്പൊ അതിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇരുന്ന് ശ്രദ്ധിക്കണം. കോൺസെൻട്രേഷൻ വരണം. ടോട്ടലി ഇവിടെ കോൺസെൻട്രേഷൻ വരണം. മൈൻഡ് ടെൻഷനിലായി കഴിഞ്ഞാൽ അതങ്ങ് പോവും, കൈവിട്ട് പോവും. എന്തായാലും ഇന്നൊരു വലിയൊരു ഭാഗ്യം, സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറേ കറക്ഷൻസ് ചെയ്ത് കിട്ടി. സത്യത്തിൽ എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് സോങ്സ് കൂടിയാണിത്. സെലക്ഷൻ സൂപ്പർബ്. പാട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. 8.8. താങ്ക് യു സാർ. ശരത് സർ. തിരുവായ്ക്ക് എതിർവായ ഉണ്ടോടാ ചക്കര? ഇല്ല. 8.8 മാർക്ക്. താങ്ക് യു സാർ. ഷാനിക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, പോരെ? താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ. ഇനി മാജിക് ബീറ്റ്സിൽ നിന്നാണ് വരാൻ പോകുന്നത്. ഏത് ഏത് round ആണ്? മ്യൂസിക് സെയിം റൗണ്ട്. മൈ മാസ്റ്റേഴ്സ് റൗണ്ട്. ഏത് മ്യൂസിക് ഡയറക്ടറുടെ പാട്ടായിട്ടാണ് വരുന്നത് നമുക്കറിയാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഹന.
സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർ കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ ഓടിവയ്പ്പു ജീവനിൽ ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർ കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നൈസ് മോളോ. വെരി ഗുഡ് വെരി ഗുഡ്. ഹന ചേച്ചി സൂപ്പർ ആയിരുന്നു ഹന. ചേച്ചി ജോൺസൺ മാഷിന്റെ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? സെലക്ഷൻ ഭയങ്കര ടഫ് ആയിരുന്നോ? കൊറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആണോ? പിന്നെ അത് പാടിയാൽ മതിയായിരുന്നല്ലോ. ഏത് കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ. ആ ശരിയാണല്ലോ, അത് പാടിയാ അത് മതിയായിരുന്നു. ജോൺസൺ മാഷല്ലേ മ്യൂസിക്? അല്ല. പിന്നെ ആരാ? ജോൺസൺ മാഷിന്റെ ഫ്രണ്ട്. അതെ അതെ അതെ. അല്ല അത് ആരാണ്? കൺഫ്യൂഷൻ തീർക്കണമേ മ്യൂസിക് ഡയറക്ടർ ആരാണ്? എം ജി ശ്രീകുമാർ സാർ.
ചെന്നൈയില് ആ ടി നഗർ ഏരിയയിലേക്ക് വന്നു പോകരുത്. ശരിയാക്കും അവിടെ. വിദ്യ ആ വർഷ അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ ഏരിയ കണ്ടുപോരുത്. MG ശ്രീകുമാർ പറഞ്ഞാ എന്റെ അമ്മോ, ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. നിങ്ങൾ എല്ലാരും ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞപ്പോ ഞാൻ ഒരു ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഷാൻ റഹ്മാനെ പറയാതെ ആ കാലഘട്ടത്തിൽ ഷാൻ റഹ്മാൻ ജനിച്ചിട്ടില്ല. കാലഘട്ടത്തിൽ ഈ ഇത്ര വലിയ മനുഷ്യൻ കൊച്ചായിരുന്നു. എത്ര ഉണ്ടായി കാണും. അല്ല പോട്ടെ, വളരെ കൊച്ചായിരുന്നു. സ്കൂളിൽ പഠിക്കായിരുന്നു. സംരംഭത്തിലെ പാട്ടുകൾ കേട്ടാണ് ഞാൻ വളർന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. അല്ല, ചോദിക്കുന്നതിന് പാറു 2 ലൈൻ പാടും. അവിടെ നിന്ന് പാടുന്നതാണ്. പാറു, പ്ലീസ് പാറു. അത്രേ മതി. അല്ലെങ്കിൽ സ്വർണ്ണ മഴവില്ലേന്നെങ്കിലും പാടിയാൽ മതി. എനിക്ക് പേടിയാവുന്നു ഈ പാട്ടൊക്കെ ഇല്ല, പാടാൻ. കണ്ണടച്ചോ. സ്വർണ്ണമുഖിലെ മാത്രം മതി. സ്വർണ്ണമുഖിലേ. ഗുഡ് ഗുഡ്. ആസാദടി ഞെട്ടിച്ച്. ഇത് വെറും ഒരു വാക്ക്. ഇനി ഒരു ഫുൾ പാട്ട് ഞാൻ പാടും. അത് പിന്നെ സ്വപ്നം കാണാറുണ്ടോ ഷാനിക്ക? ഇപ്പൊ 10 വയസ്സ് എത്തിയിട്ടുള്ളൂ. ബാക്കി ഞാൻ പറയിപ്പിക്കണം. ഓക്കെ, എന്നാ നമുക്ക് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സർ. എന്താ എപ്പോഴും ശരത് സാറിന്റെ പേര് പറയുന്നേ ഫസ്റ്റ്? ഭയങ്കര ചിൽ മനുഷ്യനാണ്. അപ്പൊ എന്താ MG സാർ ചില്ലല്ലേ? എന്നെ അത്ര ഗൗരവമില്ല. അയ്യോ അല്ല, എനിക്ക് നിങ്ങൾ 4 പേരും ഒരേപോലാണ്. പക്ഷെ ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ ചില്ല. അല്ല, ഷാൻ റഹ്മാൻ സർ നമ്മള് കൂടെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മളിൽ ഒരാള് കൊള്ളത്തില്ലവനെ. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ നല്ലത്. ഇതാണ് ഷാൻ റഹ്മാൻ വരുമ്പോ ഉള്ള തീം. കിഴഞ്ഞ് പാൽക്കുപ്പിയൊക്കെ വെച്ച്. പിന്നെ ഞങ്ങള് വിഷമിച്ചവിടെ ഇരിക്കുമ്പോ സാർ ഞങ്ങള് നോക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ തന്നെ കണ്ണൊന്നും ചിമ്മാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ സൈക്കോ ഒക്കെ ചിരിക്കത്തില്ല. ശരത് സാറാണോ? ശരത് സാറോ? അല്ല, അത് ആര് ചിരിക്കുന്നു? സൈക്കോ. എങ്ങനെയാ? ഒന്നുകൂടെ. അപ്പൊ ഞാൻ ഒരു സൈക്കോ ആയതുകൊണ്ടാണോ നീ എന്റെ അടുത്ത് ചോദിക്കുന്നത്? സൈക്കോ അല്ല, ആ ചിരി സാറിന് ചേരുന്നുണ്ട്. എനിക്ക് ഈ സൈക്കോ ആളുകളൊക്കെ എങ്ങനെയാ? അല്ലല്ല, പാറു, എനിക്കത് മനസ്സിലായില്ലടി. ഇതിങ്ങനെ സൈക്കോയെ പോലെ ചിരിച്ചോണ്ടിരിക്കും. അത് പക്ഷെ സാറിന് ചേരുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സാറ് ഇപ്പം ചിരിച്ചോണ്ടിരുന്ന നമ്മള് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കിയ സാർ ഇങ്ങനെ തന്നെ ഇരിക്കും. കാര്യം നീ മറ്റേ കണ്ണാടി ഇട്ടിരുന്നില്ലേ? അപ്പൊ എന്നെ നോക്കാണോ ആരോ നോക്കാന്ന് അറിഞ്ഞോളൂ. അതുകൊണ്ടാ ഞാൻ എന്താ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കും. അത് ഈ പിള്ളേരെല്ലാം നോക്കി ചിരിക്കുക എന്നെ നോക്കിയിട്ട്. രസമല്ലേ? നിങ്ങൾ വന്ന് ചില്ല് ചെയ്യാനാ. മക്കളെ, ഉഗ്രം പാട്ട്. അതാദ്യം പറയട്ടെ. അസാധ്യ സെലക്ഷൻ. 1000 മാർക്ക് നിനക്ക്. 1000 സെലക്ഷൻ. ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. മോള് നന്നായിട്ട് പാടിയതാ കേട്ടോ, നന്നായിട്ട് പാടി. പിന്നെ എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണം ഈ സൈക്കോയുടെ. നമ്മുടെ ഈ ആലാപ്പിൽ ആ തേർഡ് ഒന്ന് പാടിത്തരാമോ? അത് കേൾക്കാനൊന്ന് പാടിച്ചതാ. അതിൽ വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ മോളെ അത് ഓടെ കുറച്ചു നേരം നിൽക്കി, എന്നിട്ട് മറ്റേ ഓടിവ്. പിന്നെ വർഷസന്ധ്യ.
ആ കുറച്ചുകൂടെ തള്ളിക്കോ. അതിനൊക്കെ കുറച്ച് ക്ലാരിറ്റി ആവാം. ഈ സ്വപ്നം കാണാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബൃഹ ഇല്ലേ, അത് പാടിയതല്ലോ നീ. അതല്ല, ആ നീയും സ്വപ്നം കാണാറുണ്ടോ, സ്വപ്നം കാണാറുണ്ടോ. ഇതൊരു പാട്ടടാ. അപ്പൊ ഇതെന്താണ് പാടാത്തെന്നുള്ളത് ചുട്ടടി തരും. അപ്പൊ ഇത് എന്തൊക്കെയാലും ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നാണ്. സല്യൂട്ട്. താങ്ക്സ് സുമുത്തെ. സ്വപ്നം കാണാറുണ്ടോ? കാണാറുണ്ട്. ഉണ്ടോ? ലാസ്റ്റ് കണ്ട സ്വപ്നം? ലാസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പ് കണ്ടോ? ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്വപ്നം പറ. നിന്റെ ഞാൻ എന്റെ ഓർമ്മയിലുള്ളത് ശ്രേയ ചേച്ചീനെ പാമ്പ് കൊത്തുന്ന ഒരു സ്വപ്നം. എന്റെ ദൈവമേ ശ്രേയ, ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്തൊരു സ്വപ്നം അത് ശ്രേയ, നിനക്ക് സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടോ? കാവകളൊക്കെ പോവാ. ഒന്ന് പ്രാർത്ഥിച്ചേക്കിട്ടാ. ചേച്ചി അല്ല, ഞാൻ ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇവിടെ പാമ്പുണ്ട്, അങ്ങനെ കണ്ടു എന്നൊക്കെ എൻ്റെ ഇങ്ങനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം പറയും. അപ്പോഴാണേലും അവിടെ വീടിന്റെ അടുത്ത് അവിടെ ആണേലും ഒരു നാഗത്തിന്റെ ക്ഷേത്രവും ഉണ്ട്. അതിന് മുന്നേ ആണോ ഹന കണ്ടത് സ്വപ്നം? അതിനും ഇതറിയുന്നതിന് മുന്നേ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ചേച്ചി ഇങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ട് തൂക്കാനൊക്കെ ഇറങ്ങി. ചേച്ചി മുറ്റം പക്ഷെ ഒരു കാട് പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആ വീടിന്. അപ്പത്തേനും അങ്ങനെ ചേച്ചി നിൽക്കുമ്പോ ഇവിടെ ഒരു കമ്പിക്കകത്ത് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ചേച്ചി ഭയങ്കര ധൈര്യത്തോടെ നടന്ന് ഇല്ല ഇമാജിനറി വേൾഡിലാണല്ലോ ചേച്ചി എപ്പോഴും. അപ്പൊ ആ സർപ്പത്തിന്റെ അടുത്ത് ഒരു പേടിയില്ലാതെ അങ്ങനൊന്നും ഇല്ല. പക്ഷെ അതിന് ഒരു ഞാനിപ്പോ കാണുവാണെങ്കിൽ എനിക്ക് അതിന്റെ അടുത്ത് പോവാൻ തന്നെ പേടി. ഞാൻ ഓടും. പക്ഷെ ചേച്ചിയാണേല് ഇങ്ങനെ എന്നിട്ട് പോയിട്ട് അവിടെ തൂത്തിട്ട് അവിടെ തന്നെ നിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ സർപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തോ അപ്പഴത്തേനും ഞാൻ പറഞ്ഞു ചേച്ചി പാമ്പ്. പക്ഷെ ചേച്ചി കേട്ടില്ലേ, ഇമാജിനറി വേൾഡിലല്ലേ. അപ്പഴത്തേനും ചേച്ചി ഇട്ട് കൊത്തുന്നു. അപ്പം അയ്യോ നാഗമേ അയ്യോ നാഗമേ കൊത്തല്ലേ എന്നുവെച്ചാ ഞാൻ ചേച്ചി കാണുന്നത് ഈ സീരിയൽ ആക്ട്രസിനെ പോലെയാ. ഓ അങ്ങനെ. അപ്പൊ അങ്ങനെയായിരുന്നു ഡയലോഗ് പറഞ്ഞത്. അയ്യോ സർപ്പമേ കൊത്തിക്കൊണ്ടിരിക്കുക, അത് നിർത്തുന്നില്ല. മരം കൊത്തിയോ? എനിക്കറിയില്ല. ഈ കൊത്തുന്നതിന്റെ ഇടയിൽ ഇത്രയും ഡയലോഗ് വന്നോ? അയ്യോ നാഗമേ കൊത്തല്ലേ, കൊത്തരുതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നാഗത്തിന്റെ അടുത്ത് ഹൈലി റൊമാൻറ്റിക് ആയിട്ട് ഈ നാഗം ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ക്ലൈമാക്സ് എന്തായിരുന്നു? ക്ലൈമാക്സ് ഒന്നും ഇല്ല, തിരിച്ചു കൊത്തി. ഇപ്പൊ ഹന എവിടെ പോയി? ഞാനത് കണ്ടോണ്ടിരുന്നു. ഒരാളെ പാമ്പ് കൊത്തി കൊല്ലുന്ന നീ നോക്കിക്കൊണ്ടുവന്നു. ക്രൂരെ. അല്ല ഞാൻ പറഞ്ഞു ചേച്ചി സൂക്ഷിക്കണേ. അപ്പൊ അത് കേൾക്കാത്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. വിചാരിച്ചു. ഇതുപോലെ എന്തെങ്കിലും സ്വപ്നമാണ് ഞങ്ങളോട് ഷെയർ ചെയ്യണേ. വെരി ഇൻട്രസ്റ്റിംഗ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. MG സർ. ഹന സർ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. കാരണം ഈ പാട്ടിനെ മറികടക്കാൻ മറ്റൊരു പാട്ടുണ്ടോ എന്ന് എന്റെ സംശയം ഈ ജോണറിൽ. കാരണം മറ്റൊരു പാട്ടുണ്ട്, പക്ഷെ ഈ ജോണറിൽ. കാരണം ജാനകി അമ്മയുടെ ആലാപനവും ജോൺസേട്ടൻ്റെ സംഗീതവും അതുപോലെ തന്നെ ഭാസ്കരൻ മാസ്റ്റർ കുറച്ച് വരികളെ കാണത്തുള്ളൂ, പക്ഷെ ബ്യൂട്ടിഫുൾ ലിറിക്സ് ആയിരിക്കും. അപ്പം മോൾ ഈ പറഞ്ഞ പോലെ തന്നെ ശരത്ത് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. അത് നന്നായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരുന്നേനെ. പക്ഷേ മോടെ പാട്ടിലൊരു ഇന്നസെൻസ് ഉണ്ട് കേൾക്കും, മോടെ ശബ്ദത്തിൽ. അതാണ് ഏറ്റവും വലിയൊരു സുഖം, മോടെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പെർഫെക്ഷനും ബാക്കി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ചേച്ചി ഹന മഞ്ചത്തിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം.
സുന്ദരമായിട്ട് പാടി. എനിക്ക് മോളുടെ പാട്ടിൽ ആ നിഷ്കളങ്കത ത്രൂ ഔട്ട് ദ സോങ് തോന്നി. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ വിണ്ണൻ വീതിയിലൊക്കെ പാടുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും ആസ്വദിച്ച് പാടി. മോൾ ആ പാട്ട് ആസ്വദിച്ച് പാടി. ബാക്കി സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്തത്. അല്ലാതെ വോയിസും മോളുടെ ഒരു ഫീലും മനോഹരായിരുന്നു. എന്തായാലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഹനയില്. ഇനിയും ഇനിയും മുന്നോട്ട് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പാടുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ക്യാപ്റ്റൻ ഹന, സർ, വാട്ടെവർ, ഐ ആം പ്രൗഡ് ഓഫ് ഹിം. താങ്ക് യു സർ. എം ജി സാർ പറഞ്ഞ പോലെ മോളുടെ വോയിസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഒരു ഇൻബിൽട്ട് ഒരു ഇന്നസെൻസിന്റെ ഒരു സംഭവം ഇങ്ങനെ ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻബിൽട്ട് ഫീലും ഉണ്ട്. ഒരു ഭയങ്കര ഫീലാണ് മോൾ പാടുന്നത് കേൾക്കാൻ. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു, അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ, എത്ര മാർക്ക് കിട്ടും? അതിന്റെ സ്വപ്നം കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ആളല്ലേ? അല്ല, ഇന്ന് ഇത് പാടുന്നതായിട്ടും സ്വപ്നത്തിൽ എം ജി അങ്കിള് മാർക്ക് തരുന്നതായിട്ടൊക്കെ കണ്ടത് എത്ര കണ്ടു കാണും? പറഞ്ഞോ, എന്താ അവള് പറഞ്ഞത്? 10 മാർക്ക്. പിന്നെ നമുക്ക് ഫോൺ ചേട്ടാ. 20 വർഷമായി പണി തുടങ്ങിയിട്ട് കേട്ടോ. ഇന്ന് വരെ ഇങ്ങനെ ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സ്വപ്നം കണ്ടതല്ലേ ചോദിക്കാം. സ്വപ്നത്തിൽ അവള് 10 കണ്ടത്. അതാണ്. പക്ഷെ എന്റെ സ്വപ്നത്തിൽ കണ്ട 8. അയ്യോ, 9. താങ്ക് യു സർ. ഹാപ്പിയായി. സൈക്കോ ശരത് സർ. അയ്യോ നാഗമേ കൊത്തല്ലേ, അയ്യോ നാഗമേ കൊത്തല്ലേ, അയ്യോ നാഗമേ കൊത്തല്ലേ, നാഗമേ കൊത്തല്ലേ. 9 മാർക്ക്. ഓക്കെ ചേച്ചി. ഹന, മോളുടെ മാർക്സ് ദാ ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 18. സൂപ്പർ. ബൈ. ടാറ്റാ. സൂപ്പർ സ്റ്റാർ.